എല്ലാവർക്കും നമസ്കാരം. എൻ്റെ യൂട്യൂബ് ചാനൽ ഷീബാസ് രുചിയിടത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ക്രിസ്തുമസിന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്റ്റാർട്ടറാണ് ഉണ്ടാക്കുന്നത്. പ്രോൺസ് വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടറാണ്. നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. നമുക്ക് പ്രോൺസ് വെച്ചുള്ള അടിപൊളി സ്റ്റാർട്ടർ തയ്യാറാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ 1/2 കിലോ പ്രോൺസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് തീരെ ചെറിയ പ്രോൺസ് അല്ലാതെ മറ്റേത് തരത്തിലുള്ള പ്രോൺസും ഉപയോഗിക്കാവുന്നതാണ്. ഇത് നല്ലവണ്ണം ഷെല്ലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ ടോപ്പ് സൈഡിലുള്ള ആ ഒരു ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, അതും വലിച്ചു കളയണം. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മതി. അതായത് മസാലയൊക്കെ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഒരുപാട് പേസ്റ്റ് ആക്കണ്ട. ഇനി നമുക്കിതിലേക്കുള്ള മസാല തയ്യാറാക്കാം. ഒരു മിക്സി ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, വലിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി അല്ലി 5 6, പച്ചമുളക് 4 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്. എത്രയും കൂടുതലിട്ടോ അത്രയും നല്ലതാണ്. 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി നമുക്ക് ചതച്ചു വെച്ചിരിക്കുന്ന പ്രോൺസിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഈ മസാല ചേർക്കാം. പിന്നെ അതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർക്കാം. അരിപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദയോ ഗോതമ്പ് മാവോ എന്ത് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഒരു ബൈൻഡിങ് ഏജൻ്റായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ അളവ് ഒരിക്കലും കൂടരുത്. നമുക്ക് എപ്പോഴും പ്രോൺസിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കണം. അതുകൊണ്ട് ഇതിലേക്ക് ചേർക്കുന്ന മസാലയുടെയും അതുപോലെ തന്നെ അരിപ്പൊടിയുടെയും ഒക്കെ അളവ് എപ്പോഴും കുറവായിരിക്കണം. എന്നാലേ പ്രോൺസിൻ്റെ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുകയുള്ളൂ. ഇത് നമുക്കൊരു 30 മിനിറ്റ് മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ഇപ്പോൾ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എല്ലാം ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കണം. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഓയിൽ എടുക്കാം. ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് എടുത്തിരിക്കുന്നത്. സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. നമുക്ക് പ്രോൺസിൻ്റെ ബോൾസ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബോൾസ് എല്ലാം ഇതിലേക്ക് ഇടുമ്പോഴത്തേക്ക് ഹൈ ഫ്ലെയിമിലായിരിക്കണം. ഇട്ട് കഴിയുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലേക്കാക്കണം. അല്ലെങ്കിൽ പുറം കരിഞ്ഞു പോകാനും ഉള്ളു വേവാതിരിക്കാനുമുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ സിമ്മിൽ വെച്ച് തന്നെ ഇത് ഫുള്ളും കുക്ക് ചെയ്തെടുക്കണം. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ ആകുമ്പോഴേക്കും മറിച്ചിടാം. അങ്ങനെ 2 സൈഡും ലൈറ്റ് ബ്രൗൺ ആയി. പിന്നെ വേകാത്ത ഏതെങ്കിലും ഭാഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടതൊന്ന് നല്ലോണം കുക്ക് ചെയ്തെടുത്തിട്ട് നമുക്ക് കോരിയെടുക്കാം.
ഇനി ഇതുപോലെ എല്ലാ ബോൾസും നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഇതുപോലെ എല്ലാം ഞാൻ വറുത്ത് കോരിയിട്ടുണ്ട്. ഇത് നല്ലൊരു സ്റ്റാർട്ടറാണ്, നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റിയാണ്. ചൂടോടുകൂടി തന്നെ ഇത് കഴിക്കണം. സോസ് കൂട്ടണം എന്ന് നിർബന്ധമില്ല. സോസ് കൂട്ടാതെ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ടേസ്റ്റ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകളൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്